ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ മുതൽ ബിഗ് ബോസ് 6 തുടങ്ങി. കണ്ടു കാണുമല്ലോ. അതിനുവേണ്ടിയാണ് നിങ്ങൾ കാത്തിരുന്നത്. ഇനി 100 ദിവസം ബിഗ് ബോസ് ഉത്സവം കാണാവുന്നതാണ്. പക്ഷെ ഇന്നലെ മറ്റു ഭാഗങ്ങൾ 5 വരെയുള്ള ബിഗ് ബോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ 5 വരെയുള്ള ബിഗ് ബോസ് കണ്ടപ്പോൾ എവിടെയൊക്കെയോ തുടക്കം മുതൽ ചില കല്ലുകടി നമുക്ക് അനുഭവപ്പെട്ടിരുന്നു. എൻ്റെ കാര്യമാണ് കേട്ടോ. പക്ഷെ ഇന്നലെ എല്ലാ കുറ്റങ്ങളും മാറ്റി മറിച്ചുകൊണ്ട് തീരെ ലാഗ് ചെയ്യാതെയാണ് 7 മണിക്ക് ബിഗ് ബോസ് 6 തുടങ്ങിയത്. ഇതിനൊരു പ്രത്യേകത, മോഹൻലാൽ കുറേ മെലിഞ്ഞിരിക്കുന്നു, താടി ഡ്രിം ചെയ്തിരിക്കുന്നു, മെലിഞ്ഞ് സുന്ദരനായിരിക്കുന്നു, വാക്കുകളിൽ മിതത്വം പാലിച്ചിരിക്കുന്നു. അങ്ങനെ മൊത്തം, അതായത് നമുക്ക് മുമ്പ് ലാലിനെ എങ്ങനെ നോക്കിയിരിക്കാം, ഇടയ്ക്ക് കണ്ണുവെട്ടിക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇന്നലെ അങ്ങനെ ആയിരുന്നില്ല. ലാലിനെങ്ങനെ നോക്കിയിരിക്കാൻ, കണ്ണ് വെട്ടിക്കാതെ നോക്കിയിരിക്കാവുന്ന അവസ്ഥയിൽ ലാലിന്ന് ആലോചിക്കണം. അത്ര മനോഹരമായി അഭിനയിക്കുകയായിരുന്നു ലാലിവിടെ 19 പേരെയാണ് പരിചയപ്പെടുത്തിയത്. ഇന്നലെ കണ്ടല്ലോ, എല്ലാം കളർഫുള്ളായിരുന്നു. ഈ 19 പേരിൽ മിക്ക പേരും സിനിമയുമായി ബന്ധപ്പെട്ടവർ, ചാനലുമായി ബന്ധപ്പെട്ടവരായിരുന്നു. ആലോചിക്കണം, എല്ലാം ഒന്നിനൊന്ന് മെച്ചം. ഒരാൾ കഴിവുകളില്ലാത്ത, ഏതെങ്കിലും ഒരു മേഖലയിൽ കഴിവുകളില്ലാത്ത ആരും തന്നെയില്ല. കാരണം ഇനി 100 ദിവസമുണ്ടല്ലോ. ഈ 100 ദിവസം അടിച്ച് പൊളിക്കാം എന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പം മുമ്പൊക്കെ ചോദിക്കാറുണ്ട്, ഇതിൽ വലിയ ബുദ്ധിമുട്ടല്ലേ? ബുദ്ധിമുട്ടാണ് എന്ന് പറയും. വിവാഹം കഴിഞ്ഞവരുണ്ട്, വിവാഹം കഴിക്കാത്തവരുണ്ട്, വളരെ സീരിയസ് ആയിട്ട് ഇതൊക്കെ കണ്ടവരുണ്ട്, മോഹൻലാലിനെ കാണാൻ വേണ്ടി ഈ പരിപാടിയിൽ വന്നവരുണ്ട്. അങ്ങനെ വിവിധ തലത്തിലുള്ള 19 പേരാണ് ഇന്നലെ പങ്കെടുത്ത് ആലോചിക്കണം. അതിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന കുറച്ച് പേരെന്ന് പറഞ്ഞാൽ, ഇവിടെ നമ്മളിപ്പോൾ ഏറ്റുമാനൂർ മുടിയൻ എന്ന് പറയാം. മുടിയൻ എന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്തി പറയല്ല. ആ ഉപ്പുമുളകിലെ ആ ചെറുപ്പക്കാരൻ ഋഷി, അവന് രസകരമായിരുന്നു. ഇടക്കാലത്ത് വെച്ച് ഉപ്പും മുളകിൽ നിന്നും ഋഷി എന്തോ കാരം കൊണ്ട് മാറി. പിന്നെ എവിടെയായിരുന്നു എന്ന് പലർക്കും അറിയില്ല. ഞങ്ങളുടെ ചാനലിൽ തന്നെ ഒരിക്കൽ ഋഷിയെ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടായി. അപ്പോഴും ചില കാര്യങ്ങൾ പറഞ്ഞെങ്കിലും നമ്മൾ വിശദമായി എന്ന് ചോദിക്കുകയുണ്ടായില്ല. ഇപ്പോൾ ഋഷി ഇവിടെ സജീവമായി 100 ദിവസം ഉണ്ടായിരിക്കും. ഋഷിയെ എല്ലാവരും നിറഞ്ഞ കയ്യടിയോടെയാണ് സ്വീകരിച്ചത്. കാരണം ആ ഉപ്പും മുളകും കണ്ടവരൊക്കെ ഈ ഋഷിയെ, ഈ മുടിയനെ മറക്കാൻ പറ്റില്ല. മറ്റൊരാൾ വന്നപ്പോൾ അൻസിബയാണ് വന്നേ. അൻസിബ എന്ന് പറഞ്ഞാൽ വിളിച്ചു തുടങ്ങി, കുറ്റകൃത്യങ്ങൾ മറച്ചവർ എന്നാണ് പറഞ്ഞു വരിക്കുന്നത്. മനസ്സിലായോ? ദൃശ്യം, അതെ, മോഹൻലാൽ വെറൈറ്റി റോളുകൾ ചെയ്ത ഒരു കുറ്റാന്വേഷണ വിദഗ്ധരെ പോലും തോൽപ്പിക്കുന്ന രീതിയിൽ കഥാപാത്രത്തെ മുന്നോട്ട് കൊണ്ടുപോയ മോഹൻലാലിൽ ദൃശ്യം 1-ലും ദൃശ്യം 2-ലും, ഈ ദൃശ്യം മറ്റു ഭാഷകളിൽ പോയപ്പോഴൊക്കെ അൻസിബ ഉണ്ടായിരുന്നു. മുമ്പ് അൻസിബ കുറേ സിനിമകളിൽ വന്നെങ്കിലും പേരെടുത്തത് ദൃശ്യത്തിലൂടെയാണെന്ന് ആലോചിക്കണം. പിന്നെ തമിഴ് സിനിമയിൽ പോയി. അപ്പോൾ ഇവരൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട്, 6ൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ടെന്ന് ആലോചിക്കണം. പിന്നെ മറ്റൊരു ലേഡി എന്ന് പറഞ്ഞാൽ യമുന റാണിയാണ്. യമുന കൊല്ലംകാരിയാണ്. ഇപ്പം ഞങ്ങൾ തന്നെയായിട്ട് മധുമോഹൻ്റെ മെഗാ സീരിയൽ സമയത്ത് കുറേ സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് ആലോചിക്കണം. പിന്നെ സിനിമയിൽ തന്നെ പല റോളുകളിൽ അഭിനയിച്ചിട്ടുണ്ട്. സിനിമയിൽ എന്നാലും രക്ഷപ്പെട്ടു പോകാവുന്ന വേഷങ്ങൾ കിട്ടിയിട്ടില്ല. ഇപ്പോൾ കുടുംബിനിയായി കുട്ടികളോടൊപ്പം കഴിയുന്നതിനിടയിലും സീരിയലുകളിൽ അഭിനയിച്ചുകൊണ്ട് അങ്ങനെ യമുനയും വന്നു എന്നാലോചിക്കണം. അപ്പോൾ യമുന വന്നു കഴിഞ്ഞാൽ പിന്നെ സിനിമാ രംഗത്തുള്ള 2 പേരെയാണ് മോഹൻലാൽ പിന്നെ പരിചയപ്പെടുത്തിയത്. 2 വില്ലത്തികൾ. ആരാണ് ആ 2 വില്ലത്തികൾ? അയ്യോ, ഇവിടെ വരുമ്പോൾ തന്നെ വില്ലന്മാരാവും. പക്ഷെ വില്ലത്തികളായിട്ട് 2 പേര് വരുമെന്ന് പറഞ്ഞപ്പോൾ പ്രേക്ഷകരടക്കമുള്ളവർ ഇങ്ങനെ കാത് കൂർപ്പിച്ചിരുന്നു. അപ്പോൾ ഒരാൾ ദാ വരുന്നു. നിങ്ങൾ കണ്ടില്ലേ, ഈ സിനിമ, സീരിയൽ, കോമഡി, ഈ 3 വിഭാഗത്തിലും അഭിനയിച്ചൊരു നടിയുണ്ട്. എന്നാൽ വെറും നടി മാത്രമല്ല, അവർ മനോഹരമായി നൃത്തം ചെയ്യും, കോമഡി ചെയ്യും. ബഹുമുഖ പ്രതിഭയാണ് അപ്സര. അപ്സര എന്ന് പറയുമ്പോൾ, അപ്സരയെക്കുറിച്ച് പറയുമ്പോൾ നമ്മളെന്താ പറയുക, അപ്സരയ്ക്ക് ഒരു ഈടായിട്ട് ഹിറ്റായ ഒരു സീരിയലുണ്ടെന്ന് ആലോചിക്കണം. ഏത് സീരിയലാണെന്ന് അറിയാമോ? സ്വാന്തനം സീരിയൽ. സ്വാന്തനം സീരിയലിലെ അപ്സര കണ്ടിട്ടുണ്ടോ?
അതായത് ചിപ്പിയുടെ നാത്തൂനായിട്ട് വരുന്ന ഒരു കഥാപാത്രം, കൊതിയും നുണയും പറഞ്ഞ് തൻ്റെ ഭാഗം മാത്രം സേഫാക്കി വയ്ക്കുന്ന കഥാപാത്രം. അങ്ങനെയുള്ള കഥാപാത്രത്തെ നമ്മുടെ നാട്ടിലും അയൽപ്പക്കത്തും ഒക്കെ ഉള്ളതാണ്. പക്ഷെ അങ്ങനത്തെ റോളുകൾ അതിമനോഹരമാക്കിയിരിക്കുകയാണ് അപ്സര. പക്ഷേ ഇപ്പം എന്താ കാണുന്നത്? ഇപ്പോൾ അപ്സര ഈ രണ്ടാം ഭാഗത്തിൽ, സ്വാതന്ത്ര്യത്തിൻ്റെ രണ്ടാം ഭാഗം വരാൻ പോകുന്നു. ആ രണ്ടാം ഭാഗത്തിൽ തുടക്കത്തിൽ എന്തായാലും അപ്സര ഉണ്ടാകുമോ എന്നുള്ള ചോദ്യമുണ്ട്. അപ്സര വന്നപ്പോൾ തന്നെ മോഹൻലാൽ ആകെ സന്തോഷത്തോടെ പറഞ്ഞു, വില്ലത്തിയാണല്ലേ ഇങ്ങനെ ചോദിച്ചു. അയ്യോ സാറേ, ഞാൻ വില്ലത്തി ഒന്നുമല്ല, എനിക്ക് വില്ലത്തി ആകാൻ പറ്റുകയില്ല. ഞാനൊരു പാവപ്പെട്ട പെൺകുട്ടിയാണ്. എൻ്റെ സ്വഭാവം ഇങ്ങനെ തന്നെയാണ്. സീരിയലിലോ സിനിമയിലോ കാണുന്ന പോലെയൊന്നും അല്ല. അങ്ങനെ പറയരുത്. നല്ല വില്ലത്തി സ്വഭാവം മനസ്സിലുണ്ട്. എല്ലാവരും പാവങ്ങളായിട്ടാണ് വരിക. ഇവിടെ എന്നോട് കള്ളം പറയണ്ട. നിങ്ങൾ എന്നോട് കള്ളം പറഞ്ഞാലും ഈ 100 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ആരൊക്കെയാണെന്ന് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ തെളിയിക്കും. അപ്പോൾ അങ്ങനെ വില്ലത്തി ആയില്ലെങ്കിൽ അത് അപ്സരയ്ക്ക് നല്ലത് എന്നാണ് ഒരു കമൻറ്റ് മോഹൻലാൽ പറഞ്ഞതെന്നാണ്. പിന്നെ അങ്ങനെ ഓരോരുത്തരെ പരിചയപ്പെടുത്തി, വ്യത്യസ്ത പരിചയപ്പെടുത്തി. പിന്നെ പറഞ്ഞു, ഞാനൊരു മറ്റോ അല്ല വില്ലത്തിയെ കൂടി പരിചയപ്പെടുത്തുകയാണെന്ന് ആലോചിക്കണം. ഈ ശരണ്യ ആനന്ദിൻ്റെ നൃത്തങ്ങൾ അതിമനോഹരമാണ്. ഏഷ്യാനെറ്റിലോ പല ചാനലുകളിലോ ഒക്കെ ധാരാളം നൃത്തങ്ങൾ വന്നിട്ടുണ്ട്. അവരുടെ ഹസ്ബൻഡും ഈ നൃത്തവുമായി ബന്ധപ്പെട്ട ഒരു കലാകാരനാണ്. കലാകാരന്മാരുടെ കുടുംബം തന്നെയാണെന്ന് ആലോചിക്കണം. അപ്പോൾ അതിനിടയിൽ നമ്മളെന്താ കാണുന്നത്? ഏതിലാണ് വില്ലത്തിയായിരുന്നത്? കുടുംബ വിളക്ക് എന്നുള്ള സീരിയൽ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇടക്കാലത്ത് വെച്ച് ഈ ഒരു വിഭാഗം ആർട്ടിസ്റ്റിനെ കാണാതായി. കാരണം കുടുംബ വിളക്കിൽ ശരണ്യ ആനന്ദ് കുറച്ച് നാളുകളായിട്ടില്ല. അപ്പോൾ പലരും ചോദിച്ചു, എവിടെ പോയി ഇനി ഇല്ലേ എന്നൊക്കെ ചോദിച്ചു. കാരണം കഥയുടെ ഒരു ട്വിസ്റ്റാണ് അവിടെ വന്നിരിക്കുന്നത്. ആദ്യകാലത്ത് മുൻപ് അഭിനയിച്ചിരുന്ന പലരുമില്ലാതെ പുതിയൊരു ടീമിനെ വെച്ചുകൊണ്ട്, കുറച്ച് പേരെ മാത്രം പഴയ ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു ടീം കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അന്ന് തന്നെ ചിലർ പറഞ്ഞിരിക്കുന്നു, വെറുതെ മാറ്റിയതാവില്ല, ഒരുപക്ഷേ ബിഗ് ബോസിൽ എങ്ങനെ വരാൻ സാധ്യതയുണ്ടോ? ഉറപ്പില്ലല്ലോ. ബിഗ് ബോസിൽ വരാൻ സാധ്യതയുണ്ടെങ്കിൽ കുടുംബ വിളക്കിൽ തൽക്കാലം അഭിനയിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഷൂട്ടിങ്ങും മറ്റു കാര്യങ്ങളായിട്ട് പോയതായിരിക്കും എന്നൊരു ചർച്ചയുണ്ടായിരുന്നു. ആ ചർച്ച സത്യമായിരുന്നു. കുടുംബ വിളക്കിൽ നിന്ന് ശരണ്യ ആനന്ദിനെ തൽക്കാലം മാറ്റി നിർത്താൻ കാരണം ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ്. ബിഗ് ബോസ് 6ാം എപ്പിസോഡിൽ 6ാം ദിവസത്തിൽ നമ്മൾ ഈ വന്നുകൊണ്ടിരിക്കുമ്പോൾ പുതിയ വെറൈറ്റി സാധനം കാണാൻ വേണ്ടി ഈ ശരണ്യ ആനന്ദിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ശരണ്യ ആനന്ദ് ഇതിൽ വില്ലത്തിയാകുമോ? എന്തായിരിക്കും കാണിക്കുക? അപ്പോൾ 2 വില്ലത്തികൾ ഇതിൽ കടന്നുകൂടിയിട്ടുണ്ടെന്നുള്ള പ്രചരണം ശരിയായിരുന്നു, അത് സത്യമായിരുന്നു ആലോചിക്കണം. പക്ഷേ ഇവരൊക്കെ ബേസിക്കായിട്ട് പറയുന്നത് എന്താ? ഞങ്ങൾ കഥാപാത്രത്തിന് അനുയോജ്യമായിട്ട് അഭിനയിച്ചു എന്നല്ലേ ഉള്ളൂ. ഞങ്ങൾ സത്യത്തിൽ പാവങ്ങളാണ്, നിഷ്കളങ്കരാണ്, പാവങ്ങളാണ്. ഞങ്ങൾക്ക് നൃത്തം അറിയാം, പാട്ടറിയാം, ഡാൻസ് അറിയാം, എല്ലാം അറിയാം. പക്ഷേ ഞങ്ങൾക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രമേ അറിയാവൂ എന്നാണ് ഈ 2 കൂട്ടരും പറഞ്ഞത്. പക്ഷെ അതിനിടയ്ക്ക് ചില കമൻറ്റുകൾ വരുന്നുണ്ട്. ഇനി ഇവരിൽ ആരാണ് ഏറ്റവും വലിയ വില്ലത്തിയാവുക? നമുക്ക് കാണാം ആരാണ് ഏറ്റവും കൂടുതൽ വില്ലത്തിയാവുക എന്നുള്ളത്. പക്ഷെ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, മുൻപ് വന്ന പോലെയല്ല ഈ 6 ബിഗ് ബോസ് 6 തുടക്കം അതിമനോഹരമായിരിക്കുന്നു. തീരെ ലാഗില്ലാതെ സുന്ദരനായ മോഹൻലാൽ വന്നിരിക്കുന്നു. ഒപ്പം ഒരു സംഘം സുന്ദരിമാരെയും സുന്ദരന്മാരെയും കൊണ്ടുകൊണ്ട് നമുക്ക് എല്ലാ ദിവസവും ഈ 3 ദിവസവും ഈ ബിഗ് ബോസ് അടിച്ച് പൊളിക്കാം. കൂടുതൽ വിവരങ്ങളും ആയി ഞങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും.